കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിൽ വോട്ടർ പട്ടിക ക്രമക്കേടെന്ന് വ്യക്തമാക്കുന്ന നഗരസഭാ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കത്ത് പുറത്ത്. 37 വാർഡുകളിലും വോട്ട് മാറ്റിയതുമായി ബന്ധപ്പെട്ട രേഖകളോ നോട്ടീസോ നഗരസഭയിൽ ഇല്ല എന്നാണ് കത്തിൽ പറയുന്നത്. സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനാണ് UDFന്റെ തീരുമാനം. നിലവിൽ ഈ വോട്ടർ പട്ടിക തീർത്തും തെറ്റാണ് എന്നിവിടെ ഔദ്യോഗികമായിട്ട് തന്നെ സർട്ടിഫൈ ചെയ്ത ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഈ വോട്ടർ പട്ടിക റദ്ദ് ചെയ്തുകൊണ്ട് പുതിയ ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കിയിട്ട് തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് പോകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് നടത്തുകയാണെങ്കിൽ സെലക്ഷനായി പോകും. ഒരു എലക്ഷൻ നടക്കണമെങ്കിൽ കുറ്റമറ്റ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ നടപടികൾ സ്വീകരിക്കേണ്ടത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ട് ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള മാർഗം. UDF ആരോപണം തള്ളി CPIM രംഗത്തെത്തി. വോട്ട് തിരിമറിക്ക് നേതൃത്വം നൽകിയത് UDF ആണ് എന്നാണ് CPIMന്റെ ആരോപണം. മുൻ നഗരസഭാ സെക്രട്ടറിയാണ് UDFനെ സഹായിച്ചതെന്നും CPIM ആരോപിച്ചു. ഇവർ UDF ഉന്നയിക്കുന്നത് പോലല്ല, വോട്ടില്ലാത്ത ആള് എന്ന് പറഞ്ഞത് അവരാകെ തെരഞ്ഞു പിടിച്ചിട്ട് ഒരാളെ മാത്രമേ കണ്ടുള്ളൂ. UDF മുൻ സെക്രട്ടറിയെ വെച്ച് ചെയ്താണ് അവസാന നിമിഷം. ഈ സെക്രട്ടറിയുടെ മുമ്പ് ഒരു സെക്രട്ടറിക്ക് ട്രാൻസ്ഫർ ആയത്, ആ സെക്രട്ടറിയെ കൊണ്ടാണ് ഇവർ ചെയ്യിച്ചത്. അവരെ കൊണ്ട് ചെയ്യിച്ച കാര്യം ഇലക്ഷൻ കമ്മീഷന് ബോധ്യപ്പെട്ടു, കലക്ടർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കലക്ടർ തീരുമാനിച്ച ഒരു ടീം അതിർത്തിയിൽ പോയി പരിശോധിച്ച് അവർക്ക് ബോധ്യപ്പെട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് ഇത് മാറ്റിയത്, ബൾക്കായിട്ട് മാറ്റിയത്. ഇല്ലാത്ത കഥകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. സെക്രട്ടറി ഇവര് പട്ടിക ഇറങ്ങുന്നതിന് 2 ദിവസം മുമ്പ് സെക്രട്ടറിനെ ഓഫീസിൽ കയറി കാല് പൊട്ടുന്നു, ഞങ്ങൾ കൊടുത്തത് തന്നെ ഇതിനകത്ത് ഇല്ലെങ്കിൽ പ്രശ്നമാവും എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടറി ഫയലായിട്ട് പോയി കഴിഞ്ഞതാണ്. YS അഭിനന്ദ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. അഭിനന്ദ്, ഈ കൊടുവള്ളിയുടെ കാര്യത്തിലാണെങ്കിൽ നേരത്തെ തന്നെ ആ പട്ടിക തയ്യാറാകുന്ന ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം ഒക്കെ നിരവധി ആക്ഷേപങ്ങൾ പലയിടങ്ങളിലെയും സാഹചര്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നതാണ്. ഈ നഗരസഭാ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ കത്തുകൂടി പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് UDF നേതൃത്വം ഈ വിഷയം ഏറ്റെടുക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് എന്താണ് YS അഭിനന്ദ്? കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കൊടുവള്ളി നഗരസഭയിലെ വാർഡ് വിഭജനത്തിന് ശേഷം 37 വാർഡുകളാക്കിയതിനകത്ത് ഒരു സമഗ്രമായിട്ടുള്ള വോട്ടർ പട്ടിക പുറപ്പെടുവിച്ചത്. അതിനകത്തായിരുന്നു 506-ലധികം വോട്ടുകൾ കാണാനില്ല എന്ന പരാതിയുമായി UDF തന്നെ രംഗത്തെത്തി. പിന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിൽ പ്രതിഷേധവുമായി ഒക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് തദ്ദേശ ഭരണ വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ തന്നെ ഈ കൊടുവള്ളി നഗരസഭയിൽ എത്തുകയും വിശദമായ പരിശോധനകൾ നടത്തുകയും പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഇപ്പോൾ ഒരു കത്ത് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കത്തിനകത്താണ് ഈ 37 വാർഡിലെയും വോട്ടുകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നോട്ടീസുകളോ രേഖകളോ ഇപ്പോൾ നഗരസഭാ ഓഫീസിൽ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു കത്താണ് നഗരസഭാ അസിസ്റ്റന്റ് സെക്രട്ടറി ഇന്ന് പുറപ്പെടുവിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നത്. ഇതിന് പിന്നിൽ LDF ആണ്. വ്യാപകമായ വോട്ടർ ക്രമക്കേടിന് നേതൃത്വം നൽകുന്നത് LDF ആണ്. നഗരസഭാ സെക്രട്ടറിയെ കൂട്ടുപിടിച്ചുകൊണ്ട് UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ അട്ടിമറി നടത്താനായിട്ടുള്ള ഗൂഢമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലേക്കുള്ള ക്രമക്കേടാണെന്നാണ് ഇപ്പോൾ UDF നേതൃത്വം ആരോപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ UDF നേതാക്കൾ തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകാനാണ് പോയിരിക്കുന്നത്. ഈ വ്യാപക ക്രമക്കേട് എവിടെയൊക്കെയാണ് നടന്നതെന്ന് കണ്ടെത്തി പുതുക്കിയ വോട്ടർ പട്ടിക ഉടൻ പുറത്തിറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് UDF നേതാക്കൾ തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുന്നത്. LDF ഇത് പൂർണ്ണമായിട്ടും തള്ളുകയാണ്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. നഗരസഭ മുൻ സെക്രട്ടറിക്കെതിരെയാണ് ഇപ്പോൾ LDF ആരോപണം ഉന്നയിക്കുന്നത്. ആ മുൻ സെക്രട്ടറി UDFന്റെ ആളായിരുന്നു. ആ മുൻ സെക്രട്ടറിയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് പല സ്ഥലങ്ങളിലും വോട്ടുകൾ മാറ്റിയത്. 27-ാം വാർഡിലെ വോട്ടുകൾ 28ലേക്ക് കൂട്ടുമ്പോൾ അത് LDF ഭരിക്കുന്ന വാർഡിൽ UDFനെ ജയിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് അങ്ങനെയൊക്കെ ചെയ്ത് പല വാർഡുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പുറത്തെത്തിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് തങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു പരാതി നൽകുമെന്നാണ് ഇപ്പോൾ LDF അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം പ്രതിഷേധത്തിന് പിന്നാലെ കത്തിന് പിന്നാലെ ഇപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ളത് തുടരുകയാണ്. റീജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.